നിങ്ങളോടൊപ്പം ആയിത്തീരുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കി തന്ന ഒരു വലിയ അവസരത്തെ ഓർത്ത് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ ആരാധനയ്ക്കും ശുശ്രൂഷകൾക്കുമൊക്കെ ഈ കത്തീഡ്രൽ ഇടവകയുടെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വളരെ ശക്തമായ ആത്മാർത്ഥമായ സമർപ്പണ ബോധത്തോടെ നേതൃത്വം നൽകുന്ന 2 കുടുംബങ്ങളാണ് കെ ജെ ജേക്കപ്പച്ചൻ്റെ കുടുംബവും അതോടൊപ്പം തന്നെ ജോസഫ് മാത്യു അച്ഛൻ്റെ കുടുംബവും. അവരുടെ ശുശ്രൂഷകൾക്കായി ദൈവത്തിന് സ്തോത്രം, അവരുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് ദൈവത്തിന് നന്ദി. മുറിവുകളോടും സങ്കടങ്ങളോടും വേദനകളോടും ദൈവജനത്തെ ശുശ്രൂഷിക്കുവാൻ അവർക്ക് ലഭിച്ചിരിക്കുന്ന വിശേഷ കൃപയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മക്കളെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ പ്രഭാതത്തിലുമൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് സെമിനാരിയുടെ ആവശ്യങ്ങൾ പറഞ്ഞ് സെമിനാരിയുടെ ആവശ്യത്തിന് വേണ്ടി ഒരു ഡോർ കളക്ഷന് വേണ്ടി വന്നുവെങ്കിലും ഈ ഇടവകയുടെ പൂർണ്ണമായ പ്രാർത്ഥനകളോടും സഹകരണത്തോടും അച്ഛന്മാരുടെ ശുശ്രൂഷകൾ ഞങ്ങൾക്ക് എത്ര അനുഗ്രഹവും ധൈര്യവും തന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സെമിനാരിയുടെ 2ാമത്തെ വർഷ പഠനം നടത്തുന്ന ബിബിൻ മധ്യകേരള മഹാടവയിലെ ഒരു വിദ്യാർത്ഥിയും കൂടെ എൻ്റെ കൂടെയുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ കണ്ണമ്മൂല സെമിനാരി ഈസ്റ്റ് കേരള മഹാടവക നെഞ്ചിലേറ്റിയിരിക്കുന്ന ഒരു സെമിനാരിയാണ്. ധാരാളം പേർ എക്സ്റ്റേണൽ കോഴ്സിന് വേണ്ടി ഇവിടെ നിന്ന് പഠിക്കുന്നുണ്ട്, ഓൺലൈൻ പഠനം നടത്തുന്നുണ്ട്. വിശേഷിച്ച് ഇവിടുത്തെ കൊച്ചമ്മയൊക്കെ ഓൺലൈൻ കോഴ്സുകളിലൊക്കെ ചെയ്യുന്നുണ്ട്, ധാരാളം പേര് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 156ഓളം കുട്ടികൾ ആ സെമിനാരിയുടെ ക്യാമ്പസിൽ നിന്ന് ഇൻമെയിൻസ് പൂർണ്ണമായിട്ടുള്ള റെസിഡൻഷ്യൽ പഠനം നടത്തുന്നവരുണ്ട്. അധ്യാപകരും അനധ്യാപകരും പാർട്ട് ടൈം ടീച്ചേഴ്സായിട്ടുള്ള ഒരു 26 പേരാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഈ സെമിനാരി എന്ന് പറയുന്നത് നമ്മുടെ 6 മഹായിടവകയാണ് അതിൻ്റെ മാനേജേഴ്സ് എന്ന് പറയുന്നത്. അതിലെ ബിഷപ്പന്മാരാണ് അതിൻ്റെ ഗവേണിംഗ് കൗൺസിലിലെ അംഗങ്ങൾ. ഈ മഹായിടവയിൽ നിന്നുണ്ടാകുന്ന ധനങ്ങളാണ്, കോൺട്രിബ്യൂഷൻസാണ് ആ സെമിനാരി റൺ ചെയ്യുവാൻ ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ നാളുകളിൽ ഓരോ ഡയോസസിൻ്റെയും ആ സെമിനാരിയുടെ ഫിനാൻസ് ക്യാമ്പയിൻ നടക്കുമ്പോൾ അതത് ഡയോസസുകളിൽ പോവുകയും പള്ളികളിലെ പട്ടക്കാരും കുട്ടികളും പോയി ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുകയും ആരാധനയിൽ പങ്കുചേരുകയും അതോടൊപ്പം തന്നെ ലഭിക്കുന്ന ഡോർ കളക്ഷൻ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈസ്റ്റ് കേരള മഹാടവകയിലെ എല്ലാ പള്ളികളും വലിപ്പ ചെറുപ്പത്തേക്കാൾ അതീതമായിട്ട് അവരാൽ കഴിയുന്നതിനധികം സഹകരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഇടവകയുടെ മക്കളും ഈ മഹായിടവകയുടെ പലരും ആ സെമിനാരിയിൽ പഠിച്ചവരാണ്. ആ സെമിനാരിയിൽ നിന്നും പഠിച്ചു വന്ന പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷകൾ അനുഗ്രഹമായി നടക്കുന്നു എന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം. ഈ നാളുകളിൽ അവിടെ പഠിക്കുന്ന ഈസ്റ്റ് കേരള മഹായിടവകയിലെ കുട്ടികളെല്ലാം നന്നായിട്ട് പഠിക്കുന്നവരും നല്ല മിഷൻ കാഴ്ചപ്പാടോടുകൂടെ ഭാവിയിൽ ഈ മഹായിടവകയുടെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നവരാണ്. അതുകൊണ്ട് അഭിമാനമുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അവരെ അയച്ച ഇടവുകൾക്കായിട്ട് പ്രത്യേകം നന്ദി പറയുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ കാണുന്നൊരു ട്രെൻഡ് എന്ന് പറയുന്നത് പാസ്റ്ററൽ മിനിസ്ട്രിക്ക് പലപ്പോഴും ആൾക്കാരുടെ എണ്ണം കുറവാണ് വരാനായിട്ട്. എന്നാൽ ആരെങ്കിലും ആഗ്രഹിച്ചാൽ ഒരു പക്ഷേ അവർക്ക് സമ്പത്ത് കാണണമെന്നില്ല. ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്, അവർക്ക് ഫുഡ് വേണം, അക്കോമഡേഷൻ, ട്യൂഷൻ ഫീ എല്ലാം കൂടെ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ഒരു വർഷം തന്നെ 70,000, 75,000, 80,000, 90,000 രൂപയാണ് ചിലവ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ പണം കണ്ടെത്തുവാൻ കഴിയാത്ത ധാരാളം കുട്ടികളുണ്ട്. കേരളത്തിലുള്ളതും കേരളത്തിന് പുറത്തുമായിട്ടുള്ള ഒരു വലിയ സംഘം കുട്ടികളാണ് ഇപ്പോൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പഠന സഹായത്തിനു വേണ്ടിയാണ് നിങ്ങൾ അർപ്പിക്കുന്ന ഓരോ ധനവും. ഒരുപക്ഷെ നിങ്ങൾക്കൊരു ദൈവശാസ്ത്ര കോളേജിൽ ഒരു കുഞ്ഞിനെ അയക്കാൻ പറ്റിയില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി പഠിക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം. ഒന്നും ഭാരപ്പെടാനില്ല. ആരെങ്കിലും ഒരാൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ സമ്പത്തില്ലാത്ത കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പഠനത്തെ അസ്വസ്ഥമാക്കേണ്ട, ഡിസ്റ്റർബ് ചെയ്യേണ്ട. അതുകൊണ്ട് നിങ്ങൾ തരുന്ന ഓരോ ചെറിയ ധനവും പ്രാർത്ഥനയോടുകൂടെ നിക്ഷേപിക്കണമേ എന്നറിയിക്കുന്നു. അത് ആ സെമിനാരിയുടെ അനുഗ്രഹത്തിന് പ്രാർത്ഥനയോടെ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. ഇടവ കമ്മിറ്റി അംഗങ്ങൾക്കായി സ്തോത്രം. ഇങ്ങനെയൊരു ഡേറ്റ് തരികയും ഈ ആരാധനയെ സംബന്ധിച്ച് വിവരങ്ങൾ പറഞ്ഞ് സെമിനാരി സൺഡേ ആയിട്ട്, തിയോളജിക്കൽ സൺഡേ ആയിട്ട് കണ്ട് ധനം കളക്ട് ചെയ്യുവാനുള്ള
എല്ലാ പ്രാരംഭ നടപടികളും ചെയ്ത അച്ഛന്മാരോടും ഇടവക കമ്മിറ്റി അംഗങ്ങളോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇടവകയുടെ കപ്പ്യാർ വളരെ പ്രഭാതത്തിൽ വന്ന ഈ ഇടവകയുടെ എല്ലാ ക്രമീകരണം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ ഓർത്ത സ്തോത്രം. നല്ല ഒരു ടീം കൊയർ അംഗങ്ങളുണ്ട്. അച്ഛനത് ഓർമ്മപ്പെടുത്തി. ഇനിയും അടുത്ത നാളുകളിൽ വരുമ്പോൾ ഫസ്റ്റ് സൺഡേയിലും ഇതുപോലെ പ്രൊസഷനോടുള്ള ഒരു ടീം കൊയർ അംഗങ്ങളുണ്ടാകും എന്ന് ബോധ്യപ്പെടുത്തുകയുണ്ടായി. സന്തോഷം തോന്നി. എല്ലാം നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ, നിങ്ങളെല്ലാവരും ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകളെ ദൈവം മാനിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ ശുശ്രൂഷകളായിട്ട് അതിനെ എല്ലാം കാണാനായിട്ടും കിട്ടിയ അവസരം, ആയുസ്സും ആരോഗ്യവും ധനവും നാളെ അതുണ്ടാകണമെന്നില്ല. പക്ഷേ ഇന്നത് നന്നായിട്ട് ചെലവിടുവാൻ നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായി ശ്രമിക്കണമേ എന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അപേക്ഷിച്ചു കൊള്ളട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിലാണ് ചർച്ച് വളരുന്നത്, സഭ വളരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞു നിൽക്കാതെ ഫുൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുവാൻ ഞാൻ സഭയോട് ആഹ്വാനം ചെയ്യുക. സൺഡേ സ്കൂൾ പ്രസ്ഥാനം നമുക്കറിയാം, 2 മണിക്കൂർ അല്ലെ 1 മണിക്കൂർ ഒരു ട്യൂഷൻ മാസ്റ്ററിന് കൊടുക്കേണ്ടുന്ന ധനം എത്രയാണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായിട്ട്, ആത്മീയ ബോധനം നടത്തുവാനായിട്ട് 1 മണിക്കൂർ ഇവിടെ ചെലവഴിക്കുന്ന അധ്യാപകർ ഒരു പണവും വാങ്ങിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ഒരു മിനിസ്റ്റർ ചെയ്യുന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. കൊയറംഗങ്ങൾ അവരൊരു പക്ഷേ ഈ നാളുകളിൽ പള്ളിക്കെല്ലാം കൊയറുണ്ട്. കൊയർ പാടാൻ തുടങ്ങി അന്ന് മുതൽ കോൺഗ്രിഗേഷൻ വിചാരിച്ചിരിക്കുന്നത് പാട്ടെല്ലാം കൊയറിൻ്റെ പാട്ടാണ്. അങ്ങനെയല്ല. അച്ഛൻ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചിരിക്കും. കോൺഗ്രിഗേഷൻ പാട്ട് നമുക്ക് പാടാമെന്നാ, കൊയർ പാടാനായിട്ടല്ല പറയുന്നത്. കോൺഗ്രിഗേഷൻ ജനം പാടാനാ. ജനം പാടുവാനായിട്ട് അവരെ ട്രെയിൻ ചെയ്ത് ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നത് മാത്രമാണ് ഈ ലിറ്റിൽ കൊയർ എന്ന് പറയും. ലാർജർ കൊയർ എന്ന് പറയുന്ന കോൺഗ്രിഗേഷനാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും എല്ലാ പാട്ടും വളരെ ശക്തമായിട്ട് പാടണം. ഇവരതിൻ്റെ ട്യൂണും രാഗവും താളവും മ്യൂസിക്കും നമുക്ക് അത് ബോധ്യപ്പെടുത്തി തരുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. അല്ലാതെ കൊയർ പാടുന്നതും കാണാനുള്ള കാഴ്ചക്കാരായി ഒരിക്കലും നമ്മളായിരിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. ഇവരെ സംബന്ധിച്ചോളം ഒരു പാട്ട് എത്ര ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കാം, ഒരുപക്ഷെ എത്ര സമയമായിരിക്കാം ഇവിടെ ഒരു 10 മിനിറ്റുള്ള ഒരു പാട്ടിന് വേണ്ടി അവർ ചെലവഴിച്ചത്. ഇത് ദൈവനാമത്തിൽ ചെലവിട്ടതാണ്. ഒരിക്കലും പരിഭവപ്പെടേണ്ട ആവശ്യമില്ല. അതിൻ്റെ റിവാർഡ് സ്വർഗത്തിലെ ദൈവം ഈ മക്കൾക്ക് നൽകും, യാതൊരു സംശയവുമില്ല. എല്ലാ മേഖലകളിലും എനിക്ക് ആരാധന കഴിഞ്ഞിട്ട് ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞത്, ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞത്, എംപ്ലോയീസിൻ്റെ മീറ്റിംഗ്, എല്ലാ മീറ്റിംഗ്, യൂത്തിൻ്റെ പ്രോഗ്രാം വളരെ വൈബ്രൻ്റായിട്ട് ഈ ക്യാമ്പസ് മുഴുവനും ചെറിയ മിനിസ്ട്രി നടക്കുന്നു. അതോർത്ത് സ്തോത്രം. എല്ലാവരും അതിൻ്റെ ഭാഗമായിരിക്കണം. നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം, ദൈവമേ, ഞാൻ എത്രമാത്രമാണ് നിൻ്റെ മിനിസ്ട്രിക്ക് ഭാഗമായിരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ട്, അത് അച്ഛൻ്റെ ശുശ്രൂഷയല്ല, ഇടവ കമ്മിറ്റിയുടെ ശുശ്രൂഷയല്ല, ചുമതലപ്പെട്ട കുറച്ചു പേരുടെ അല്ല, എൻ്റെ ശുശ്രൂഷയാണ്. എൻ്റെ ദൈവം തമ്പുരാൻ എന്നെ വിളിച്ചത് മഹത്വമേറിയ ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ് എന്ന ബോധ്യത്തോടെ കത്തീഡ്രലിൻ്റെ ശുശ്രൂഷ ഒരു പടി കൂടെ ഒരു ഉണർവ് പ്രാപിച്ച് മുമ്പോട്ട് പോകുവാൻ ഇടയാക്കട്ടെ. ഞാനൊരു പുതിയ പാട്ട് പാടുന്നു എന്ന് പറഞ്ഞതിൻ്റെ ബൈബിൾ വേർഡ് പറഞ്ഞത് പുതിയ പാട്ട് പഠിച്ചു പാടിയതല്ല, പഴയ പാട്ട് പുതിയ ഊർജത്തിൽ പാടിയതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പഴയ പാട്ടാണ് പാടുന്നതെല്ലാം, പക്ഷേ ഒരു പുതിയ ഊർജത്തോടും ശക്തിയോടും കൂടെ പാടുവാൻ ഇടയാക്കട്ടെ. ഇന്നത്തെ വേദപാഠ ചിന്തയ്ക്കായിട്ട് ഞാൻ സുവിശേഷ പാഠമാണ് ശ്രദ്ധിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് തന്ന തീമെന്ന് പറയുന്നത് ഓർഡൈൻഡ് മിനിസ്ട്രി മാർക്ക്ഡ് ബൈ ദ വൂണ്ട്സ് ഓഫ് ക്രൈസ്റ്റ്. അതായത് എൻ്റെ മലയാള ട്രാൻസ്ലേഷനിൽ പട്ടത്ത ശുശ്രൂഷ ക്രിസ്തുവിൻ്റെ മുറിവുകളുടെ അടയാളം, അഥവാ ക്രിസ്തുവിൻ്റെ മുറിവുകളാൽ അടയാളപ്പെടുത്തിയതാണ് പട്ടത്ത ശുശ്രൂഷ. വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടു കഴിഞ്ഞു. നമ്മൾ ഈ ഓർഡൈൻഡ് മിനിസ്ട്രി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മുറിവുകളാൽ അടയാളപ്പെടുത്തിയ ഒരു ശുശ്രൂഷയാണ്. ഓർഡൈൻഡ് മിനിസ്ട്രി നമ്മൾ പറയും ഓർഡിനേഷൻ കിട്ടിയവരുടെ മേൽ മാത്രമുള്ള മിനിസ്ട്രി ആണെന്ന്. നോ, ഓർഡിനേഷൻ കിട്ടിയ ആളുടെ മാത്രം മിനിസ്ട്രി അല്ല. വി ആർ ഓൾ ദ പാർട്ട് ഓഫ് ഗാഡ്സ് ഓർഡൈൻഡ് മിനിസ്ട്രി. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞത് പ്രീസ്റ്റ്ഹുഡ് ഓഫ് ഓൾ ബിലീവേഴ്സ്. പ്രീസ്റ്റ്ഹുഡ് ഓഫ് ഓൾ ബിലീവേഴ്സ് എന്ന് പറയുന്നതിൻ്റെ കാരണം രാജകീയ പുരോഹിത വർഗം
എല്ലാവരും പ്രീസ്റ്റാണ്, എല്ലാവരും പ്രീസ്റ്റ്ഹുഡാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ മിനിസ്ട്രി ചെയ്യുന്ന എല്ലാവരുടെയും ശുശ്രൂഷ ഈസ് ആൻ ഓർഡൈൻഡ് മിനിസ്ട്രി എന്ന് ബോധ്യപ്പെടണം. അതുകൊണ്ട് അച്ഛനോട് കൊയറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഉപയോഗിച്ച വാക്ക് മ്യൂസിക്കൽ മിനിസ്ട്രിയാണ് ഈ മക്കൾ ചെയ്യുന്നത്. കർത്താവിൻ്റെ മ്യൂസിക്കൽ മിനിസ്ട്രി, കർത്താവിൻ്റെ ടീച്ചിങ് മിനിസ്ട്രി, കർത്താവിൻ്റെ പ്രീച്ചിങ് മിനിസ്ട്രി, കർത്താവിൻ്റെ ഹീലിംഗ് മിനിസ്ട്രി, കർത്താവിൻ്റെ ഡയഗോണൽ മിനിസ്ട്രി, പലതും അതിനെ ഡയഗോണൽ മിനിസ്ട്രി എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിനിസ്ട്രി. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാവരും അതത് മിനിസ്ട്രിക്കായിട്ട് ഓർഡൈൻഡ് ചെയ്തു എന്നുള്ള ഒരു ബോധ്യപ്പെടൽ, വിളിക്കപ്പെട്ടു എന്നുള്ള ബോധ്യപ്പെടൽ, സെറ്റ് അപ്പാർട്ട് ചെയ്തു മാറ്റി എന്ന ഒരു ബോധ്യം നഷ്ടമാകരുതേ എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ടെസ്റ്റിൽ നിന്ന് അല്പവിദൂരമായിട്ട് ഞാൻ പറഞ്ഞ ഒരു വാക്യം ഇതാ. നമ്മൾ ഇസ്രായേലിൻ്റെ ഹിസ്റ്ററി പഠിക്കുമ്പം മോശ ഒരു വലിയ ലീഡറായിരുന്നു. മോശയായിരുന്നു ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നത്. പക്ഷേ മോശയ്ക്ക് വാഗ്ദത്ത നാട് കയറാൻ പറ്റിയില്ല. ആ സമയത്ത് മോശയല്ല, പെട്ടെന്ന് ലീഡർഷിപ്പ് ജോഷുവയുടെ കയ്യിലേക്ക് പോയി. അപ്പം നമ്മളെല്ലാം വിചാരിക്കും എന്തുകൊണ്ടാണ് ജോഷുവ മോശയ്ക്ക് ശേഷമുള്ള ഒരു ലീഡറായിട്ട് മാറിയത്? എന്തിനാണ് ദൈവം തമ്പുരാൻ മോശയ്ക്ക് പകരം നെക്സ്റ്റ് ലീഡർ എന്ന് പറയുന്ന ജോഷുവയെ തിരഞ്ഞെടുത്തത്? പലരും വിചാരിച്ചു മോശ പറഞ്ഞതെല്ലാം അതേ എന്ന് പറഞ്ഞുകൊണ്ടാണെന്ന്. പലരും വിചാരിച്ചു മോശയുടെ കൂടെ ഇരുന്നുകൊണ്ടാണെന്ന്. മോശ എന്തു പറഞ്ഞാലും തലകുനിക്ക് കേൾക്കുന്നതുകൊണ്ടാണെന്ന്. അതൊന്നുമല്ല. വളരെ വ്യക്തമായിട്ട് ടെക്സ്റ്റ് എക്സഡസിൻ്റെ 23-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു, നൂൻ്റെ മകനായ ജോഷുവയെ ദൈവം തമ്പുരാൻ രണ്ടാമത്തെ ലീഡറായി തിരഞ്ഞെടുക്കാനുള്ള കാരണം സമാഗമന കൂടാരം വിട്ട് അവസാനം പോയ വ്യക്തി. He is the last person who left the tabernacle, the worship place. ആരാധനാലയം വിട്ട് അവസാനം പോയി എന്ന ഒറ്റ കാരണമാണ് അവനെ ദൈവം തമ്പുരാൻ അടുത്ത ലീഡർഷിപ്പിലേക്ക് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് നമ്മളെല്ലാം വരുന്നതിന് മുമ്പ് രാവിലെ വന്ന ഒരു കപ്പേര് ഇവിടെ കാണും. നമ്മളെല്ലാം പോയാലും പോകാത്ത മക്കൾ കാണും. പലരും ചോദിക്കും, നിനക്കെന്തോ അവിടെ പള്ളിയിൽ കാര്യം എന്താ? എല്ലാ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം വീട്ടിൽ വന്നില്ലേ, നീ മാത്രം പള്ളിയിൽ കിടക്കുകയാണോ ഇരിക്കുകയാണോ എന്നൊക്കെ കമൻസ് പറയാതിരിക്കാം, വഴക്ക് പറയാതിരിക്കാം. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവസാന നിമിഷം വരെയും ആ സമാഗമന കൂടാരത്തിൻ്റെ ശുശ്രൂഷ തീർന്ന് അവസാനം പോയ ഒരൊറ്റ മെറിറ്റായിരുന്നു ജോഷുവയെ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം. അതുകൊണ്ട് ഈ ആലയത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ എത്ര സമയം ചെലവഴിക്കുന്നുവോ, ദ ലാസ്റ്റ് പേഴ്സൺ ആയിട്ട് പോയാൽ നിങ്ങളായിരിക്കും ദൈവം തമ്പുരാൻ മറ്റൊരു സ്ഥലത്ത് ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് നിർത്തുന്നത് എന്ന ബോധ്യത്തോടുകൂടെ ശക്തമായ ഈ ശുശ്രൂഷയ്ക്ക് ഈ ആലയത്തിലെ സർവ്വ കുടുംബങ്ങളും പൂർണ്ണമായിട്ട് നിൽക്കണമേ എന്ന് അപേക്ഷിക്കുക. സുവിശേഷ പാഠത്തിൽ നാം കണ്ട ഒരു സത്യം, യേശുക്രിസ്തുവും ശിഷ്യന്മാരും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനാണ്. അത് ഉയർപ്പിന് ശേഷം നടക്കുന്ന സംഭവമാണ്. ടെസ്റ്റ് പറയുന്നത് ഇങ്ങനെ 3-ാമത്തെ പ്രാവശ്യം യേശു ശിഷ്യന്മാർക്ക് ഉയർത്തെഴുന്നേറ്റ് അപ്പിയർ ചെയ്തു എന്നുള്ളതാണ്. ദ അപ്പിയറൻസ് ഓഫ് റിസറക്റ്റഡ് ക്രൈസ്റ്റ്, ദിസ് ദ തേർഡ് ടൈം ഹി അപ്പിയർഡ് ടു ഹിസ് ഡിസൈപ്പിൾസ്. ശിഷ്യന്മാർക്ക് 3-ാമത്തെ പ്രാവശ്യവും പ്രത്യക്ഷപ്പെട്ടു. ഈ പ്രത്യക്ഷപ്പെട്ട സ്ഥലം എന്നറിയാം, തിബരിയാസ് കടൽക്കര എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ തിബരിയാസിന് ഗലീല കടൽ എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ കെന്നേസരത്ത് എന്ന വാക്കും ഉപയോഗിക്കുന്നുണ്ട്. ഒരേ കടലിന് ഒരേ സ്ഥലത്തിന് ഇട്ട പേരാണിത് മൂന്നും. ആദ്യമായിട്ട് പാലസ്തീൻ്റെ വടക്കേ അറ്റം കിടക്കുന്ന ഗലീല പ്രദേശത്തിന് അറിഞ്ഞിരുന്ന പേരെന്ന് പറയുന്നത് ഒറിജിനൽ നെയിം കെന്നേസരത്ത് എന്നാണ്. കെന്നേസരത്തിൻ്റെ ട്രാൻസ്ലേഷനാണ് മലയാളത്തിൽ ഗന്നേസരത്ത് എന്ന വാക്ക് പറയുന്നത്. അപ്പോൾ കെന്നേസരത്തിന് ഗന്നേസരത്തായി. പിന്നെ ഈ പാലസ്തീൻ്റെ ജിയോഗ്രഫി ഡിവൈഡ് ചെയ്തപ്പോൾ നോർത്തേൺ കിങ്ഡം ഗലീല, മിഡിൽ സമരിയ, തെക്കേ അറ്റം എന്ന് പറയുന്ന യഹൂദ. അതുകൊണ്ട് ഈ ഗലീല എന്ന് പറയുന്ന വടക്കൻ പാലസ്തീൻ്റെ ചേർന്ന് നിന്ന കടലിനെ ഗലീലയുടെ കടൽ അഥവാ ഗലീല കടൽ എന്ന് വിളിച്ചു. എന്നാൽ ഈ സമയത്ത് യേശുക്രിസ്തു ഇവർക്ക് 3-ാമത് പ്രത്യക്ഷപ്പെടുമ്പോൾ അതേ സ്ഥലത്തിന് തിബരിയാസ് കടൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം മറ്റൊന്നാണ്. യഥാർത്ഥത്തിൽ റോമിൻ്റെ അധീനതയിലായിരിക്കുമ്പോൾ, റോമിലെ ചക്രവർത്തിയായിരിക്കുന്ന തിബരിയാസ് ജൂലിയസ് സീസർ ഭരണം നടത്തിയപ്പോൾ തിബരിയാസാണ് ഭരിക്കുന്നത് കൊണ്ട് ആ കടലിന് തിബരിയാസ് കടൽ എന്ന് പറഞ്ഞു. ക്ലിയറായി. അപ്പോഴാ റോമിൻ്റെ ഭരണത്തിലാണ് ഈ സംഭവം നടക്കുന്നത്.
യേശുക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരുമായിട്ട് വീണ്ടും ഈ പഴയ സ്ഥലത്ത് യേശുക്രിസ്തു ശിഷ്യന്മാരെ വിളിച്ച, ആദ്യം എന്നെ അനുഗമിക്കാൻ പറഞ്ഞ, ശിഷ്യത്വത്തിലേക്ക് തിരഞ്ഞെടുത്ത അതേ സ്ഥലത്ത് വെച്ച് തന്നെ അവരെ വീണ്ടും വിളിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. എങ്ങനെയാണ് ശിഷ്യന്മാർ ഉയർപ്പിന് ശേഷം തിബിരിയാസിൽ എത്തിയത്? യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം അവർക്ക് ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് അപ്പിയർഡ് ടു ദം. മാർക്ക് ചാപ്റ്റർ 16-17, മാർക്കോസ് സുവിശേഷം 16:17 പറഞ്ഞിട്ടുണ്ട്, ആഫ്റ്റർ ജീസസ് ഡെത്ത് ആൻഡ് റിസറക്ഷൻ the angel of the Lord appeared to the disciples and asked them to go to Galilee. Don't wait your time here. Don't waste your time in Jerusalem. He has already gone. അവൻ പറഞ്ഞതുപോലെ അവൻ ഗലീലയിലേക്ക് നിങ്ങൾക്ക് മുമ്പേ പോയിരിക്കുന്നു, നിങ്ങൾ അവിടേക്ക് പോകുവാനായിട്ട് പറയുന്നു. വെൽ പ്ലാൻഡ് ആയിരുന്നു ആ ഗലീലയിലേക്കുള്ള ക്ഷണം. യു ഗോ ബാക്ക് ടു യുവർ ഒറിജിനൽ ലാൻഡ്. നിങ്ങളെ വിളിച്ചത് എവിടെയാണോ ആ സ്ഥലത്തേക്ക് പോവുക. ഗോ ബാക്ക് ടു യുവർ ചർച്ച്, നിങ്ങളുടെ പള്ളിയിലേക്ക് പോവുക. ബാക്ക് ടു ദ ഹോം ടൗൺ, നിന്റെ സ്വന്തം ഹോം ടൗണിലേക്ക് നീ തിരിച്ചു ചെല്ലാൻ പറയുകയാണ്, മടങ്ങിച്ചെല്ലാൻ പറയുകയാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇന്ന് ഓൾമോസ്റ്റ് ഓൾ ദ ഗവൺമെൻറ് എംപ്ലോയീസ് അവർ വർക്ക് ചെയ്തത് പല ഡിസ്ട്രിക്റ്റുകളിലായിരുന്നു, പല സിറ്റിയിലായിരുന്നു. അവരവിടെയൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം അവർക്ക് അവിടെ സെറ്റിൽ ചെയ്ത് അവിടെ അങ്ങ് താമസിക്കാതെ ദേ കെയിം ബാക്ക് ടു ദ ഹോം ടൗൺ, അവരുടെ പഴയ മാതൃപള്ളിയിലേക്ക് വരികയാണ്. അവരിവിടെ സെറ്റിൽ ചെയ്യുകയാണ്, അവരുടെ മിഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് പറഞ്ഞത്, യു ഗോ ബാക്ക് ടു യുവർ ഒറിജിനൽ ടൗൺ, അതായത് ഗലീലയിലേക്ക് പോകൂ. അവിടെ വെച്ച് നമുക്ക് കാണാം, നിങ്ങളെ വിളിച്ചിറക്കിയ ആ സ്ഥലത്തേക്ക് പോ. നിങ്ങളെ ഫോളോ മീ എന്ന് പറഞ്ഞ, പിന്തുടരാൻ പറഞ്ഞ, ശിഷ്യന്മാരായി വിളിച്ച ആ സ്ഥലത്തേക്ക് നിങ്ങൾ പോകണം. കാരണം ഒരു പാഠം പഠിപ്പിക്കാൻ പോവുകയാണ് അവിടെ വെച്ച്. നിങ്ങളെ ഇവിടെ വെച്ചൊന്നും പഠിപ്പിച്ചിട്ട് ഇനിയും കാര്യമില്ല. ഞാൻ നിങ്ങളെ വിളിച്ച സ്ഥലത്തേക്ക്, ആദ്യം നിങ്ങളെ കണ്ടുമുട്ടിയിടത്തേക്ക് നമുക്ക് അവിടെ പോകാം എന്ന് പറഞ്ഞ് അവരോട് അവിടെ ചെല്ലാൻ പറഞ്ഞു. അവരവിടെ ചെന്നു. ചെന്നിട്ട് അവർ യേശുവിനെ കണ്ടുവൊന്നുമില്ല. അപ്പോൾ അവരവിടെ സമയം ഇങ്ങനെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പണിയില്ല, ഭക്ഷണവുമില്ല, ഒരു നിവൃത്തിയുമില്ല. അങ്ങനെ ഇപ്പോൾ ആ അധ്യായം തുടങ്ങുന്നതാണ് പോണേ. പത്രോസ് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ നമ്മൾ എന്നാൽ എങ്ങനെയാ, യേശു ഒന്നും കൂടെ ഇല്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിച്ചോ, പൈസ ഭക്ഷണം കിട്ടി, അവനുണ്ടായിരുന്ന പലതും കിട്ടി, ഇപ്പം നമുക്കൊന്നുമില്ല. സോ ഐ ആം ഗോയിങ് ഫോർ ഫിഷിങ്, ഞാൻ മീൻ പിടിക്കാൻ പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റവരും പറഞ്ഞു ഞങ്ങളും വരുവാന്ന് പറഞ്ഞു. എല്ലാവരുടെ മീൻപിടുത്തം പോയി. ഒരു രാത്രി യേശുക്രിസ്തു അപ്പിയർ ചെയ്യുന്ന സമയത്ത് രാത്രി മൊത്തം മീൻ പിടിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. കുഞ്ഞുങ്ങളെ കൂട്ടുവാനുണ്ടോ? നോ, വി ഡോണ്ട് ഹാവ് എനിത്തിങ്, വി ഡിഡ്ന്റ് ക്യാച്ച് എനിത്തിങ് എന്ന് പറഞ്ഞ് ആണ് ആ ഡയലോഗ് ആരംഭിക്കുന്നത്. ആരെന്നൊന്നും അറിഞ്ഞുകൂടാ. കടൽപ്പുറത്ത് നിന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചു, മക്കളെ, കുഞ്ഞുങ്ങളെ കൂട്ടുവാനുള്ളതുമുണ്ടോ എന്ന്. ഇത്രയും അധികമായിട്ട് പോലും യേശുക്രിസ്തു അവരെ മക്കളെ എന്നേ വിളിച്ചിട്ടുള്ളൂ. ഓരോ മാതാപിതാക്കളും തങ്ങളെ വിട്ടുപോകുന്ന മക്കൾ എന്തെല്ലാം ക്രൂരകൃത്യം ചെയ്താലും എന്തെല്ലാം തെറ്റ് ചെയ്താലും അതെൻ്റെ മക്കൾ തന്നെയാണ്, എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്. മക്കളെ എന്ന് വിളിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. യേശുവിനെ തള്ളിപ്പറഞ്ഞവരുണ്ട്, ഒറ്റിക്കൊടുത്തവരുണ്ട്, കൂടെ നിൽക്കാതിരുന്നവരുണ്ട്, എല്ലാ ബെനിഫിറ്റും വാങ്ങിയിട്ട് അവനെ തള്ളിക്കളഞ്ഞവരുണ്ട്. എന്നിട്ടും ഈ പിതാവ് ഉയർത്തെഴുന്നേറ്റിന് ശേഷം വിളിച്ച ആദ്യത്തെ സല്യൂട്ടേഷൻ മക്കളെ, കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അവരവിടെ വിളിച്ചു, ഒന്നുമില്ല. ആ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിഷിംഗ് ആയിരുന്നു. സ്വന്തം എഫോർട്ട് കൊണ്ട് ഭയങ്കരമായ ഫിഷ് ചെയ്തു. രാത്രിയിലെല്ലാം അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അങ്ങനെയെങ്കിൽ വലതുവശത്തേക്ക് വല വീശാൻ പറഞ്ഞു. വല വീശി പെരുത്ത മീൻകൂട്ടം. മറുപടിയില്ലാത്ത ഒരു അനുസരണമായിരുന്നു അത് കർത്താവിൻ്റെ ഒരു ഡിറക്ഷനായിരുന്നു. യേശുവാണ് അത് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ഡിവൈൻ ഡിറക്ഷൻ അവർ ലിസൺ ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ചോദ്യമില്ലാതെ ദൈവത്തിൻ്റെ ആലോചനയോടുകൂടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ, വർക്ക് പ്ലേസിലാണ് ഇവിടെ നടക്കുന്നത്, ജോലി സ്ഥലത്താണ് നടക്കുന്നത്. ഇനി വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും പള്ളിക്കൂടത്തിലായാലും കോളേജിലായാലും അടുക്കളയിലായാലും കർത്താവിൻ്റെ ആലോചനയോടുകൂടെ ചെയ്യുന്ന ശുശ്രൂഷയ്ക്കാണ് പ്രതിഫലം ലഭിക്കുകയുള്ളൂ, ഫലം കിട്ടുകയുള്ളൂ. പള്ളിയിൽ മാത്രം യേശു ഇരിക്കുന്നതല്ല, നമ്മളായിരിക്കുന്ന എല്ലാ മേഖലകളിലും എൻ്റെ കർത്താവുണ്ട്. എല്ലാ മിനിസ്ട്രിയിലും, എല്ലാ ശുശ്രൂഷയിലും, എല്ലാ തലങ്ങളിലും എൻ്റെ യേശു ഉണ്ട്. അതുകൊണ്ട് തന്നെ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾ ഏത് മേഖലകളാണ് ഇരിക്കുന്നത്, ഒറ്റ കാര്യം, പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം. ഒരു കുഞ്ഞ് പ്രാർത്ഥനയോടുകൂടെയാണ് അതിൻ്റെ പഠനം തുടങ്ങുന്നുവെങ്കിൽ, ഒരു എംപ്ലോയി പ്രാർത്ഥിച്ചിട്ടാണ് ആ ദിവസത്തെ ജോലി ആരംഭിക്കുന്നുവെങ്കിൽ, ഒരു കൃഷിക്കാരൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് തൻ്റെ കൂലിപ്പണിക്ക് വേണ്ടി ആയുധവുമായിട്ട് പോകുന്നുവെങ്കിൽ, എൻ്റെ യേശു അത് ഡയറക്റ്റ് ചെയ്യും എന്നതിന് യാതൊരു സംശയവുമില്ല.
അധ്വാനിച്ചിട്ട് അവർക്കൊന്നും കിട്ടിയില്ല. അവർക്ക് അന്നേരം യേശുവിൻ്റെ ഡയറക്ഷൻ അല്ലായിരുന്നു. എന്നാൽ യേശു പറഞ്ഞു, അവരോട് വളരെ പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ വലതുവശത്ത് വലയിറക്കാൻ പറഞ്ഞു, റൈറ്റ് സൈഡ് ചെയ്യാൻ പറഞ്ഞു. അവർ കിട്ടി, പെരുത്ത മീൻകൂട്ടമുണ്ടായി. ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട, പൗരോഹിത്യത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന നാം ഓർക്കേണ്ടത്, കർത്താവിൻ്റെ ആലോചനയോടും കർത്താവിൻ്റെ നിയന്ത്രണത്തോടും കർത്താവിൻ്റെ നിരന്തരമായ ആലോചനയോടും കൂടെ മാത്രമേ വേല മുമ്പോട്ട് പോകാവൂ. ഈ ആലോചന എങ്ങനെ കിട്ടും? വേദപുസ്തകം പഠിക്കുന്നതിലൂടെയും വേദപുസ്തകം വായിച്ച് വളരുന്നതിലൂടെയും മാത്രമേ കിട്ടുകയുള്ളൂ. പ്രാർത്ഥനയിലൂടെയും കിട്ടുകയുള്ളൂ. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർക്ക് വേദപുസ്തകം വായിക്കാൻ കഴിഞ്ഞു? ഇന്നലകളിൽ എത്ര പ്രാവശ്യം വായിച്ചു എന്ന് ഞാനും നിങ്ങളും ബോധ്യപ്പെടുകയും നമ്മുടെ മക്കൾ വേദപുസ്തകം വായിക്കുന്നു എന്ന് ബോധ്യപ്പെടുവാൻ ഈ ഡയോസസിൻ്റെ ഒരു ട്രഡീഷനാണ്, ഒരു കൾച്ചറാണ്. ഈ ഡയോസസിന് മാത്രമുള്ള ഒരു ട്രഡീഷനും കൾച്ചറുമാണ്. അതുകൊണ്ട് ബൈബിൾ ഞങ്ങളുടെ പ്രയോറിറ്റി ആണെന്നുള്ള ബോധ്യത്തോടു കൂടെ വേദപുസ്തക അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ ആലോചന കേട്ടിട്ട് ദൈവജനം മുമ്പോട്ട് പോയെങ്കിലേ റിസൾട്ട് നേടാനായിട്ട് കഴിയുകയുള്ളൂ. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, അവർ യേശുവിനെ തിരിച്ചറിയുന്നതാണ്. കടൽപ്പുറത്ത് നിന്ന് യേശു സ്നേഹിച്ച യോഹന്നാൻ ശിഷ്യൻ പറഞ്ഞു, അവൻ യേശുവാണെന്ന് പറഞ്ഞു. ഹൗ? അതൊരു വലിയ ക്വസ്റ്റ്യനാണ്. എങ്ങനെയാണ് യേശുവിനെ അവർ റെക്കഗ്നൈസ് ചെയ്തത്? ബിബ്ലിക്കൽ ഹിസ്റ്ററി അറിയാം. റിസറക്ഷന് ശേഷം യേശു കണ്ടുമുട്ടുന്ന ഓരോന്നും പരിശോധിച്ചാൽ അറിയാം എങ്ങനെയൊക്കെയാണ് യേശുവിനെ അപ്പിയർ ചെയ്തത്. മറിയ ഇങ്ങനെ യേശുവിന് വേണ്ടി ടൂമ്പിൽ നിൽക്കുക, അദ്ദേഹം യേശുക്രിസ്തുവിനെ അടക്കം ചെയ്ത് അടുത്ത് കിടക്കുക. അപ്പോൾ പെട്ടെന്ന് യേശു ഇങ്ങനെ എൻ്റെ നാഥന് വേണ്ടി മാത്രം അവൾ അവിടെ കിടക്കുക. പെട്ടെന്ന് മറിയേ, മേരി എന്ന് വിളിച്ചു. ഈ വാക്ക് കേട്ട ഉടനെ അവൾക്ക് മനസ്സിലായി, ഇത് ജീസസ് ക്രൈസ്റ്റ് ആണല്ലോ, എൻ്റെ യേശു ആണല്ലോ. റബൂനി എന്ന് അവൾ പ്രതികരിച്ചു. അപ്പോൾ അവൾ യേശുവിനെ ശബ്ദം കൊണ്ട് തിരിച്ചറിഞ്ഞു. അവളെ മൃദുസ്വരത്തിലൂടെ വിളിച്ചു. മൃദുവായി ഒരു സ്വരം, ശബ്ദം കേട്ട് ഞാൻ എൻ്റെ യേശുവിനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ ഉറക്കത്തിൽ, എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ യേശുവിൻ്റെ ശബ്ദം കേട്ടിട്ട് ഞാൻ അവനെ തിരിച്ചറിഞ്ഞു. അവൻ എന്നെ പേർ ചൊല്ലി വിളിച്ചു എന്ന് പറയുന്നത് കേൾക്കുവാനായിട്ട് കഴിയും. മറ്റൊരു ടീം എങ്ങനെ അറിഞ്ഞെന്നറിയാമോ? ഉയർത്തെഴുന്നതിന് ശേഷം അവർ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ. കൂടെ യേശു നടന്നിട്ടും തിരിച്ചറിഞ്ഞില്ല. പക്ഷേ അവരങ്ങനെ എമ്മൗസിൻ്റെ അടുത്തേക്ക് എത്തി. വൈകുന്നേരമായപ്പോൾ അപ്പമെടുത്ത് അവൻ വാഴ്ത്തിയപ്പോൾ അവരുടെ കണ്ണു തുറന്നു എന്നാ അവിടെ വെച്ച് അവർ തിരിച്ചറിയുകയാണ്. തിരുവത്താഴത്തിൻ്റെ മുമ്പിൽ തിരിച്ചറിഞ്ഞ ശിഷ്യന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനുശേഷം തോമസിനോട് പറഞ്ഞു, ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ട്. സോ വാട്ട്? ഐ വോണ്ട് ബിലീവ്. മൈ ക്വസ്റ്റ്യൻ വെദർ ഹി ഹാസ് വൂണ്ട്സ്. അവന് കയ്യിൽ മുറിവുകൾ ഉണ്ടായിരുന്നോ എന്നുള്ളതായിരുന്നു ചോദ്യം. മുറിവുകളിലൂടെ തോമസിനെ കാണിച്ചു കൊടുത്തു. ഓ തോമസ്, കം, ഫീൽ ദാറ്റ് ദിസ് ഈസ് ദ വൂണ്ട്സ്. ഈ മുറിവുകൾ നീ നോക്ക്. അപ്പം മുറിവുകൾ കണ്ടിട്ട് തിരിച്ചറിഞ്ഞതാണ് തോമസ്. നമ്മളൊക്കെ എങ്ങനെയാണ് യേശുവിനെ കണ്ടുമുട്ടിയത്? മാറാ രോഗം വന്നപ്പോൾ കണ്ടുമുട്ടിയവരുണ്ട്. വേദനകളും വേർപാടുകളും വന്നപ്പോൾ കണ്ടുമുട്ടിയവരുണ്ട്. നിരന്തരമായ പരാജയത്തിൽ കണ്ടുമുട്ടിയവരുണ്ട്. ഇവിടെ യേശുവിനെ കണ്ടുമുട്ടിയത് എന്താണെന്നറിയാമോ? സമൃദ്ധിയുടെ നടുവിൽ. പെരുത്ത മീൻകൂട്ടമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ പിടിച്ചിട്ടൊന്നും കിട്ടിയില്ല. ഇപ്പൊ ഇതാ ഒറ്റ വാക്കിൽ ഞങ്ങൾ വലയിറക്കിയ ഉടനെ സമൃദ്ധമായ മീൻകൂട്ടം കണ്ടപ്പോൾ കടൽപ്പുറത്ത് നിന്ന് യോഹന്നാൻ പറഞ്ഞു, ഈ സമൃദ്ധിയുടെ നടുവിൽ ഞാൻ തിരിച്ചറിയുന്നു, that is Messiah, the Jesus Christ ആണ്, നമ്മുടെ അരുമനാഥനായ യേശുവാണ്. അത് സമൃദ്ധിയിൽ നിങ്ങൾക്കും എനിക്കും യേശുവിനെ കാണാൻ കഴിയുമോ? പരാജയം വന്നപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ എണ്ണം അറിയാം. വിജയിച്ചപ്പോൾ പ്രാർത്ഥന കുറഞ്ഞില്ലേ? വീടില്ലാതിരുന്നപ്പോൾ പ്രാർത്ഥനയുടെ എണ്ണം അറിയാം. വീട് വന്നപ്പോൾ പ്രാർത്ഥന കുറഞ്ഞില്ലേ? വെറും തറയിലിരുന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ പള്ളികളിൽ അറിയാം. വെറും തറയിലിരുന്ന്, മെഴുകിയ തറയിലിരുന്ന്, കൗടം കൊണ്ട് മെഴുകിയ തറയിലിരുന്നപ്പോൾ പ്രാർത്ഥിച്ച മണിക്കൂറുകളുള്ള പ്രാർത്ഥനയുണ്ട്. മൊസൈക്കായി, പിന്നെ അങ്ങോട്ട് ബെഞ്ചായി, ചാരുബെഞ്ചായി മാറി മാറി വരുന്ന സാഹചര്യങ്ങളാകുമ്പോൾ സമൃദ്ധിയുടെ നടുവിൽ ഈ കർത്താവിനെ വിളിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ എന്ന് ബോധ്യപ്പെടണം. ഓരോ കുടുംബങ്ങളെയും നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യണം. നമ്മുടെ പിതാക്കന്മാർക്കും അമ്മമാർക്കും ജോലിയില്ലാതെ കൂലിപ്പണിക്ക് പോയ നിമിഷം കൃത്യമായ സമയത്ത് 6 മണിക്ക് പാടത്തിറങ്ങണമെന്ന് യജമാനൻ ലാൻഡ് ലോഡ് പറയുമ്പോൾ 6 മണിക്ക് പാടത്തിറങ്ങുന്നതിന് മുമ്പേ തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ട് കുഞ്ഞുങ്ങളെ മൊത്തം വിളിച്ചിരുത്തി ഇരുത്തിയിട്ട് മൊത്തത്തിനെയും വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് 6 മണിക്ക് ആ സ്ഥലത്ത്, 7 മണിക്ക് ആ സ്ഥലത്ത് ജോലിക്ക് പോകാൻ പിതാവും മാതാവും പോകുന്നത്. ഇന്നോ എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും
എല്ലാ സമൃദ്ധി ഉണ്ടായിട്ടും എനിക്കും നിങ്ങൾക്കും ഒരു ഭവനത്തിനകത്തൊരു ആരാധന നടത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ ഇവിടെയൊക്കെ നാം തിരിച്ചറിയേണ്ടുന്ന നിമിഷങ്ങളാണ്. അതൊക്കെ നാം ബോധ്യപ്പെടുന്ന സമയങ്ങളാണ്. അതൊക്കെ ഓരോരുത്തരും അത് ഒബ്സർവ് ചെയ്യണം. അവരവരുടെ കുടുംബത്തിൽ മോർണിംഗ് പ്രെയർ എപ്പോഴും നടക്കുന്നു. ഞാനവിടെ താമസിക്കുമ്പോൾ അച്ഛനും കൊച്ചമ്മയും മോളും രാവിലെ പ്രാർത്ഥന നടത്തുകയാണ്. മോർണിംഗ് പ്രെയർ എത്ര സമയം നടക്കുന്നു, ഈവനിങ് പ്രെയർ നടക്കുന്നു. സമൃദ്ധിയുടെ നടുവിൽ ഉയരട്ടെ, ഉയരുന്തോറും എൻ്റെ യേശുവും ഉയരുവാനായിട്ട് സഭയും സമൂഹവും ബോധ്യപ്പെടണം. ഇവരിവിടെ സമൃദ്ധിയുടെ നടുവിൽ യേശുവിനെ കണ്ടു. ഇനിയാണ് ഇതിൻ്റെ ട്വിസ്റ്റ് മനസ്സിലാക്കാൻ പോകുന്നത്. യേശുവിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, യേശുവിനെ നമ്മൾ കാണുന്ന വേദപുസ്തകത്തിൽ പുൽത്തൊട്ടിൽ പിറന്ന യേശുവിനെയാണ് കാണുന്നത്, അല്ലേ? മേഞ്ചർ ക്രൈസ്റ്റ്, ഉണ്ണിയേശു എപ്പോഴും ചിരിച്ചുകൊണ്ടായിരിക്കുന്ന, ബലൂണൊക്കെ പൊട്ടിച്ചാൽ മതി, സ്റ്റാറൊക്കെ കത്തിച്ചാൽ മതി, ഇലുമിനേഷൻ ലൈറ്റൊക്കെ ഇട്ട് ആനന്ദിക്കുന്ന ഉണ്ണിയേശു ഈ സന്തോഷം കാണുമ്പം കൈയും കാലും ഇട്ടടിക്കും. ശേഷം മിനിസ്ട്രിയിലേക്ക് അവൻ ഇറങ്ങുന്ന നിമിഷമുണ്ട്. മിനിസ്ട്രിയിലേക്ക് വന്നപ്പോൾ യേശുവിൻ്റെ സ്വഭാവത്തിൻ്റെ മാറ്റം നോക്കണം. സ്നേഹിക്കുന്ന യേശു, ക്ഷമിക്കുന്ന യേശു, എല്ലാവരോടും സ്നേഹിക്കാൻ പറഞ്ഞു. 70 വട്ടം നീ ക്ഷമിക്കാൻ പറഞ്ഞു. വലത് ചവിട്ട് തടിക്കുകയാണെങ്കിൽ നീ ചടം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ യേശു തൻ്റെ ശുശ്രൂഷ ഇങ്ങനെ കൊണ്ടുപോയി കുറച്ചുകൂടെ ദൂരമായപ്പോൾ മിനിസ്ട്രിയുടെ ക്ലൈമാക്സിലെത്തിയപ്പോൾ യേശു ക്രിസ്തു ക്ലെൻസിങ് ക്രൈസ്റ്റിനെ കാണാൻ കഴിയുന്നുണ്ട്. അതിനു മുമ്പ് നമ്മളുണ്ട് വീപ്പിംഗ് ക്രൈസ്റ്റോ, ലാസർ മരിച്ചു, കരയുകയാണ്, ഹൃദയം പൊട്ടി കരയുന്നത് കാണാൻ കഴിയും. സ്നേഹിക്കുന്ന യേശു, ക്ഷമിക്കുന്ന യേശു, കരുതുന്ന യേശു, വീപ്പിംഗ് ചെയ്യുന്ന അഥവാ വിതുമ്പുന്ന യേശു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആളത്തിലൂടെ സീരിയസ് ആയി പള്ളിയിലേക്ക് കയറിയപ്പോൾ അവിടെ നിന്ന് ക്ലെൻസിങ്, എല്ലാത്തിനെയും അടിച്ചു നിരപ്പാക്കുന്ന യേശു. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ചാട്ടക്രിസ്തു എന്ന് പറയും. ചാട്ടവാർ എടുത്ത് എല്ലാത്തിനും ഒരു അടി കൊടുത്തു. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല, വലത് ചെറുത്ത് അടിക്കുന്നവൻ ഏത് ചടവ് കാണിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ദാ ചാട്ടവാർ എടുത്ത് അടിക്കുകയാണ് യേശു. ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു വീണ്ടും വളരെ ഇൻ്റലിജൻ്റായിട്ട് പ്രവർത്തിച്ചതാണ് നമുക്ക് കാണാൻ പോകുന്നത്. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സ്വഭാവം നമ്മൾ നോക്കണം. ഉണ്ണി യേശുവിനെ ലാളിക്കുന്നത് പോലെ ലാളിക്കാനൊന്നും പറ്റുകയില്ല. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ശരീരമാണ് സഭ. ഉയർപ്പിന് ശേഷമുള്ള ഒരു ക്രിസ്തീയ സമൂഹം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, യേശു മനസ്സിൽ വെച്ച് പെരുമാറും എന്നതിന് യാതൊരു സംശയവുമില്ല. നീ എന്തിനാടെ ഇങ്ങനെ മനസ്സിൽ വെച്ച് പെരുമാറുന്നൊക്കെ ചോദിക്കും. മനസ്സിൽ വെച്ച് പെരുമാറിയത് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. യേശു ക്രിസ്തു ശിഷ്യന്മാരോടൊന്നും പറഞ്ഞില്ല, കഠിനമായിട്ട് അധ്വാനിക്കുക. കടൽപ്പുറത്തൊരു ബാർബിക്യൂ വെച്ചു, അല്ലേ? ഇപ്പോൾ നമ്മളെല്ലാം ന്യൂജൻ കുട്ടികൾക്കെല്ലാം ബാർബിക്യൂവിലേക്കുള്ള ഓട്ടമാണ്. കാരണം ഗ്രില്ല് ചെയ്തിരിക്കുകയാണ്. ഓയിലി ഫുഡൊന്നുമല്ല, എണ്ണയൊന്നുമില്ല, ഡ്രൈ ചെയ്തിരിക്കുന്ന കൊളസ്ട്രോളൊന്നും ഉണ്ടാകത്തില്ല. ചുട്ടെടുത്ത മീനാണ്, ചുട്ടെടുത്ത അപ്പമാണ്, എണ്ണ പുരളാത്തതാണ്. ദ ബെസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി വെച്ചിരിക്കുന്നത്. കൊള്ളാം. ഒരുക്കി വെച്ച ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നോക്കാതെ കമന്ന് കടന്ന് കഴിക്കുന്ന ശിഷ്യന്മാരുടെ അനുഭവമാണ് കാണാൻ കഴിയുന്നത്. എത്ര കിട്ടിയാലും കിട്ടട്ടെ എന്ന് പറഞ്ഞ് അവർ സമൃദ്ധിയായിട്ട് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് പ്രാതൽ കഴിഞ്ഞ ഉടനെ തന്നെ അപ്രതീക്ഷിതമായ ഒരു ചോദ്യം. യോഹന്നാൻ്റെ മകനായ ശീമോനെ, യോഹന്നാൻ്റെ മകനായ ശീമോനെ എന്ന് വിളിച്ചാൽ മറ്റേ ശീമോനെയാണ്, ഈ ശീമോനല്ല, ആ ശീമോനാണെന്നൊക്കെ പറയാം. വളരെ ക്ലിയറാണ്, ഇനീഷ്യൽ കറക്റ്റാണ്, സർനെയിം ഉണ്ട്, അപ്പൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ദ സൺ ഓഫ് സൈമൺ പീറ്റർ, ദ സൺ ഓഫ് സൈമൺ. വളരെ പോയിന്റ് ചെയ്ത് സംസാരിച്ചു. എന്താ ചോദിക്കാൻ പോകുന്നത്? ഡു യു ലവ് മീ മോർ ദാൻ ദീസ് തിങ്സ്? മോർ ദാൻ ദീസ്, നീ ഇവയേക്കാൾ അധികം. വളരെ രസകരമായിട്ടാണ് ഗ്രീക്ക് എഴുതിയേക്കുന്നത്. ടാവു എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവാണ് ഉപയോഗിക്കുന്നത്, ടാവു. നീ ഇവയേക്കാൾ അധികം, ഈ മീനിനേക്കാൾ, ഇപ്പൊ പിടിച്ച മീനിന്റെ വിലയേക്കാൾ, നിന്റെ വള്ളത്തേക്കാൾ, നിന്റെ വലയേക്കാൾ, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ നിന്റെ കൂടെ ചാടാൻ നിന്ന നിന്റെ കൂട്ടുകാരേക്കാൾ, ഈ എല്ലാത്തിനേക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ? സിമ്പിൾ ക്വസ്റ്റ്യൻ. നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുക. ഇത് ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി തരുന്നതിന് മുമ്പ് ചോദിച്ചാൽ പോരായിരുന്നോ എന്ന് ചിലപ്പോൾ ചോദിച്ചു. പ്രഭാതത്തിൽ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവരും സമൃദ്ധിയായിട്ട് കഴിക്കും. അമ്മ രാത്രിയിലെല്ലാം ക്രമപ്പെടുത്തി വൃത്തിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചു. കഴിച്ചതിന് ശേഷം അമ്മ പറയുകയാണ്, എല്ലാവരും കഴിച്ചല്ലോ, കഴിച്ചു, തൃപ്തിയായല്ലോ, തൃപ്തിയായി. നിങ്ങൾക്കറിയാമോ ഇത് എവിടുന്നാണ് കിട്ടിയെന്നുള്ള കാര്യം? അപ്പോൾ നമ്മളും പറയുമായിരുന്നു, ദൈവമേ ഇത് തരുന്നതിന് മുമ്പിട്ട് ചോദിച്ചിരുന്നെങ്കിൽ കഴിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇതേ ചോദ്യം യേശു അവരോട് ചോദിച്ചു, ഡു യു ലവ് മീ മോർ ദാൻ ദീസ് തിങ്സ്? ഇതിനേക്കാളെല്ലാം നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഒരു കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻ.
അറിയാൻ വയ്യ ഈ മനുഷ്യൻ എങ്ങനെയാ ചോദിക്കുന്ന, എത്ര പ്ലാനോടുകൂടെ ചോദിക്കുന്നു. അവൻ പറഞ്ഞു, യെസ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. മലയാളത്തിൽ ട്രാൻസ്ലേഷൻ കേട്ടോ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. പീറ്ററിന്റെ മറുപടി പ്രിയമുണ്ടെന്നാണ്. ഗ്രീക്ക് പഠിക്കും മനസ്സിലാകാൻ കഴിയും. ഗ്രീക്കിൽ 3 വാക്കാണ് സ്നേഹത്തിന് കൊടുത്തിരിക്കുന്നത്. അഗാപ്പെ, ജീവൻ കൊടുത്തും പ്രാണൻ കൊടുത്തും സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം. ഫീലിയോ എന്ന് പറയുന്ന ഫ്രണ്ട്ഷിപ്പ് സ്നേഹം. പിന്നെ ഈറോസ് എന്ന് പറയുന്ന സ്നേഹം, വൈകാരിക സ്നേഹം. ഇവിടെ യേശു ഉപയോഗിച്ച ഗ്രീക്ക് പദം വളരെ വ്യക്തമാണ്. നീ എന്നെ സ്നേഹിക്കുന്നുവോ? ജീവൻ കൊടുത്തും പ്രാണൻ കൊടുത്തും സ്നേഹിക്കുന്ന സ്നേഹം ഞാൻ നിന്നോട് പ്രദർശിക്കുമ്പോൾ, പീറ്റർ, ഡു യു ലവ് മീ? പീറ്റർ പറഞ്ഞ മറുപടി എന്തെന്നറിയാമോ? ഫീലിയോ, എനിക്ക് നിന്നോട് പ്രിയം ഉണ്ട്, എൻ്റെ ആടുകളെ മേയ്ക്കാം. സെക്കൻഡ് വീണ്ടും ചോദിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവയിലധികം. അപ്പോഴും പറഞ്ഞു പ്രിയമുണ്ട്. ആഹാ, ജീവൻ കൊടുത്ത് ഞാൻ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ കൂട്ടുകാരൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് തരാമെന്നല്ലേ? കുഴപ്പമില്ല. മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ നോക്ക്. യേശു ചോദിക്കുന്നത്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ? സിമ്പിൾ കാര്യം ഇതേ ഉള്ളൂ. നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമത് ചോദിക്കുമ്പോൾ അവന് മനസ്സ് തകർന്നു. എടാ, ഒരു കൂട്ടുകാരനോട് സ്നേഹിക്കുന്ന സ്നേഹമെങ്കിലും നിനക്കുണ്ടോ? അത്രയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു നിമിഷമായിരുന്നു അത്. പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ സർവ്വതും അറിയുന്നു എന്ന് പറഞ്ഞ് ദ ഗ്രേറ്റ് കൺഫെഷൻ ഓഫ് പീറ്റർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സിറ്റുവേഷൻ പത്രോസിന് മനസ്സിലായി, യേശുവിന് മനസ്സിലായി. ഞാൻ എന്താ ഇത് പറയാൻ ശ്രമിച്ചെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ഉയർത്തെഴുന്നേറ്റ കർത്താവ്. ഡോണ്ട് ടേക്ക് ഇറ്റ് ഈസി. നിസ്സാരമായിട്ട് ഞാനും നിങ്ങൾ എടുക്കരുത്. യേശുക്രിസ്തു 3 പ്രാവശ്യം ചോദിക്കുമ്പോൾ, സ്നേഹമുണ്ടോ, പ്രിയം എങ്കിലുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവന് മനസ്സിലായി, 3 പ്രാവശ്യം എന്നോട് ഇങ്ങനെ ചോദിക്കുവാൻ കാരണം 3 പ്രാവശ്യം ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു തള്ളിപ്പറഞ്ഞു. ഇനിയും ഈ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞത് എവിടെയായിരുന്നു? ഒരു തീക്കുണ്ടത്തിന്റെ മുമ്പിൽ തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേവലം ഒരു ബാല്യക്കാരത്തി പെൺകുട്ടി വന്ന് പറഞ്ഞു, ഇവനും ആ യേശു എന്ന് പറയുന്ന ആളുടെ കൂടെ ഉള്ളതല്ലേ? തീക്കുണ്ടത്തിന്റെ മുമ്പിൽ 3 പ്രാവശ്യം എന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കോഴി കൂവി. അവൻ തിരിഞ്ഞു നോക്കി, 2 പേർക്കും മനസ്സിലായി. അതുപോലൊരു തീക്കുണ്ടത്തിന്റെ അടുത്ത് തീക്കുണ്ടത്തെ തന്നെ സാക്ഷി നിർത്തിയിട്ട് 3 പ്രാവശ്യം യേശു ചോദിക്കുമ്പോൾ വയറ് നിറച്ച് കൊടുത്തിട്ടാ ചോദിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നോ എന്ന്. നമ്മൾ വിചാരിക്കും, കർത്താവേ എനിക്ക് ജോലി തരണമേ, കർത്താവേ എനിക്ക് പഠിക്കാൻ ബുദ്ധി തരണമേ, എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തണമേ, 2 നില 3 നില ആക്കണമേ, 4 പേരെ സഞ്ചരിക്കുന്ന കാറ് 8 പേർ സഞ്ചരിക്കണമേ, 2 വീലർ 4 വീലർ ആക്കണമേ. ഇതൊക്കെ യാചിച്ച് ചോദിക്കുമ്പം ഇവൻ തിരിച്ചു ചോദിക്കത്തില്ല എന്ന് വിചാരിക്കരുത്. തീർച്ചയായിട്ടും ചോദിക്കും. വളരെ സീരിയസ് ആയിട്ടാ ഇവിടെ യേശുക്രിസ്തു ഇടപെട്ടത്. ഇതെല്ലാം തന്നതിന് ശേഷം അവൻ തന്നതുപോലെ ചോദിക്കുന്നതാണ് റിസറക്റ്റഡ് ക്രൈസ്റ്റ്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്ന ഓരോ മക്കളും ബോധ്യപ്പെടണം. ശരി തന്നെയാ, ഈ 3 പ്രാവശ്യം മനസ്സിലായി. 3 ഇത് എവിടെ വെച്ചാ നടക്കുന്നത്? ഗലീലയെ വെച്ചാ നടക്കുന്നത്. എന്താ ബാക്ക് ടു ഗലീല എന്ന് പറഞ്ഞത്? നമുക്ക് അവിടെ തന്നെ പോകാമെന്ന് പറയാൻ കാരണം, ഈ ഗലീലക്കാരനല്ലയോ എന്നാണ് ആ പെൺകുട്ടി ചോദിച്ചത്. വളരെ വ്യക്തമായിട്ട് ആ വേദപുസ്തകത്തിൽ നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവനും ആ ഗലീലക്കാരൻ അല്ലയോ എന്ന് പറഞ്ഞു. ഇവനും ആ ഗലീലക്കാരനല്ലയോ എന്ന് മത്തായിയുടെ സുവിശേഷത്തിന്റെ 26:69 പറഞ്ഞു. ഇവനും ആ ഗലീലക്കാരനല്ലേ? ഞാൻ ഗലീലക്കാരൻ, എനിക്ക് അറിഞ്ഞേ കൂടാ, നീ വാ ഗലീലയിൽ, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. അന്നേ മനസ്സിൽ കുറിച്ചിട്ടു. ഇവൻ ഗലീലക്കാരനല്ല എന്ന് പറഞ്ഞ് ഗലീലയെ അവനെ അറിഞ്ഞും കൂടാ എന്ന് പറഞ്ഞെങ്കിൽ ഇവനെ ഗലീലയിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെ തീക്കുണ്ടം വെച്ചിട്ട് 3 പ്രാവശ്യം അവൻ്റെ വയറ് നിറച്ച് ഞാൻ കുത്തി നിറച്ചിട്ട് ഞാൻ ചോദിക്കും. അന്ന് ഇവനെ ബോധ്യപ്പെടുത്തുമെന്ന് പച്ചയായ ഒരു ഭയങ്കര മൈൻഡോടുകൂടെയാണ് ക്രൈസ്റ്റ് ഇടപെട്ടത്. നിങ്ങൾ മനസ്സിലാക്കുക, ഡോണ്ട് ടേക്ക് ഇറ്റ് ഈസി. ഈ ശുശ്രൂഷ വളരെ നിസ്സാരമായി കാണണ്ട. കാരണം മുറിവേറ്റ ശരീരത്തോടുകൂടെ ഹൃദയം തകർന്ന് ജീവൻ പോലും പ്രാണം വെച്ച് ജോലി ചെയ്തിട്ടാണ് ഈ വ്യക്തി നമ്മെ വളർത്തിയെങ്കിൽ അവൻ അതിൻ്റെ മേൽ ഒരു ചോദ്യമുണ്ടാകും എന്ന് ബോധ്യപ്പെടണം. നീ ആ ഗലീലക്കാരനല്ലേ എന്ന് ചോദിക്കുക. എന്നിട്ട് പിന്നെ പറഞ്ഞു,
അനുതാപമൊക്കെ ഉണ്ടായും പറഞ്ഞു, ഇപ്പം നീ ചാടുമ്പോൾ നിൻ്റെ കൂടെ 10 പേര് ചാടാൻ കാണും, പക്ഷേ there is a day for you. നീ ആഗ്രഹിക്കും പള്ളിയിൽ പോകാൻ, പക്ഷേ നിൻ്റെ കുഞ്ഞുങ്ങൾ നിന്നെ പള്ളിയിൽ കൊണ്ടുപോകണമെന്നില്ല. നീ ഇഷ്ടപ്പെടും പള്ളി ഒന്ന് പോയി കണ്ടാലെങ്കിലും മതിയെന്ന്, ആരും കൊണ്ട് കാണിക്കണമെന്നില്ല. നീ ആഗ്രഹിക്കും ഇങ്ങനെ ഉടുക്കാമെന്ന്, നിൻ്റെ അരകെട്ടാൻ നിനക്ക് പറ്റുകയില്ല, നിനക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ചെയ്യാൻ പറ്റുകയില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടത് നിന്നെ ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടാകും പത്രോസേ എന്ന് ബോധ്യപ്പെടുകയാണ്. ഈ ഓരോ ചോദ്യത്തിൻ്റെ മുമ്പിലും യേശു പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് നിൻ്റെ റിട്ടേൺ ഒന്നും വേണ്ട, ആടുകളെ മേയ്ക്കുക, ആടുകളെ പാലിക്കുക, ശുശ്രൂഷ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവിനെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആഴമറിയുന്നത് എന്ത് ശുശ്രൂഷ ഞാനും നിങ്ങളും ചെയ്തു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് വിമർശനം പറഞ്ഞതല്ല ശുശ്രൂഷ, മറ്റൊരാൾ ചെയ്ത ശുശ്രൂഷയ്ക്ക് കൈതാങ്ങി കൊടുക്കാത്തതല്ല ശുശ്രൂഷ. എൻ്റെ കർത്താവേ, നിന്റെ വേലയ്ക്കായി ഞാൻ എന്തു ചെയ്തു എന്നുള്ളതാണ്. തോമസ് പറഞ്ഞു, നിങ്ങൾ യേശുവിനെ കണ്ടോ? കണ്ടു. മുറിവുണ്ടായിരുന്നോ? അത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. മുറിവുള്ളവനെ യേശു ആകാൻ കഴിയുള്ളൂ. എല്ലാവരും പറയും യേശു യേശു എന്ന് പറയും. നിങ്ങളെന്താ മുറിവ് പരിശോധിക്കാഞ്ഞേ? ഓക്കെ, നല്ല ക്വസ്റ്റ്യനാ. യേശു അവന് പ്രത്യക്ഷപ്പെട്ടു. തോമസേ, നീ വാ, കൈ പിടിച്ച് നോക്ക്, മുറിവ് കണ്ടോ? കണ്ടു. ഇഷ്ടപ്പെട്ടല്ലോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ ആണ്, കോൺഫിഡൻ്റ് ആയേ? നീ യേശു ആണെന്ന് മനസ്സിലായേ? ആയി, ഞാൻ യേശു ആണെന്ന് മനസ്സിലായി. കൊള്ളാം. തിരിച്ചൊരു ചോദ്യം, നീ എനിക്ക് വേണ്ടി കൊണ്ട മുറിവ് എവിടെ? എൻ്റെ മുറിവ് നോക്കാനാണല്ലോ നിൻ്റെ ആഗ്രഹം. നീ എനിക്ക് വേണ്ടി കൊണ്ട മുറിവ് എവിടെയാ? നമ്മൾ ക്രൂശ് ചുമക്കാൻ ആഗ്രഹം, ക്രൂശ് എടുത്തു വെച്ചത് പ്രശ്നം, അങ്ങോട്ട് വെച്ചത് പ്രശ്നം, ഇവിടെ വെച്ച്. ഞാനും നിങ്ങളും എത്രമാത്രം കർത്താവിന് വേണ്ടി ക്രൂശിൻ്റെ അനുഭവത്തിലൂടെ യാത്ര ചെയ്തു എന്നാ. യേശുവിന് വേണ്ടിയുള്ള മുറിവുകൾ എൻ്റെ എന്തായിരുന്നു? ആൾക്കാർ ചോദിക്കും, നിങ്ങളുടെ വിസിബിളായിട്ടുള്ള ശരീരത്തിൻ്റെ മാർക്ക് ചോദിക്കും അല്ലേ? നമ്മളന്നേരം കറുത്ത മാർക്കുകളുണ്ടോ? എവിടെങ്കിലും കുത്തോ മുറിവോ ഒടിവോ ചതിവോ ഒക്കെ ഉണ്ടെങ്കിൽ ആ മാർക്ക് കാണിക്കും, നമ്മുടെ ടെസ്റ്റിന് സർട്ടിഫിക്കറ്റിനകത്ത് കൊടുക്കാൻ. നമ്മൾ മാർക്ക് തിരയുക. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ മുറിവുകൾ എവിടെ? നമ്മുടെ ഒരു ചോദ്യമാണ്. ഈ ക്രൈസ്തവ സഭ, ഇന്ന് ഞാനും നിങ്ങളുമായിരിക്കുന്ന സഭ, മുറിവുകളിലൂടെ രൂപപ്പെട്ടതാണ്. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി റോം റോം ശക്തമായിട്ട് ക്രിസ്തീയ സമൂഹത്തിനെതിരെ തീക്കിരയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, റോമിൻ്റെ ചരിത്രത്തിൽ ക്രിസ്ത്യാനി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൻ അച്ഛനാണോ ബിഷപ്പാവണോ എന്ന് നോക്കിയിട്ടല്ല, ക്രിസ്ത്യാനിയാണെങ്കിൽ അവനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവൻ്റെ ശരീരത്തിൻ്റെ പാദം മുതൽ തല വരെയും തുണി ചുറ്റിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഈവനിങ് പാർട്ടി നടക്കുമ്പോൾ, ആഘോഷം നടക്കുമ്പോൾ, ഡാൻസും സമ്മേളനവും നടക്കുമ്പോൾ തീ പന്തങ്ങളായി നിർത്തിയത് മൊത്തവും ക്രിസ്ത്യാനികളുടെ ശരീരങ്ങളായിരുന്നു തീക്കിരയാക്കി ആ നാടിൽ ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്തത്. അങ്ങനെ 32 ചക്രവർത്തിമാരും കഴിഞ്ഞ് 33ാമത്തെ ചക്രവർത്തി കോൺസ്റ്റന്റൈനും അവൻ്റെ സമയം എത്തിയപ്പോൾ ഈ തീപ്പന്തങ്ങളായിട്ട് എരിഞ്ഞുപോയ മക്കൾ എരിഞ്ഞുപോയെങ്കിൽ അവിടെ ഈ ചക്രവർത്തി ഈ നാമത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് റോമിൻ്റെ ചരിത്രത്തിൽ ക്രിസ്തു മതത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയത്. ഇന്നും റോമിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പ്രതിമ, സ്റ്റാച്യു, മുട്ടുമ്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രതിമയാണ്. ദൈവം തമ്പുരാൻ മുട്ടുമടക്കിപ്പിച്ചു. അതിനുശേഷം റോമിൻ്റെ ക്രിസ്ത്യാനി, റോമിൽ നിന്ന് ക്രിസ്തു സമൂഹങ്ങളുടെ വളരുന്ന വളർച്ച കണ്ടപ്പോൾ, ലോകോത്തരമായി ക്രിസ്ത്യാനി വളർന്നപ്പോൾ മറന്നുപോകരുത്, വൂൺസാണ്, മുറിവുകളാണ്, പൗരോഹിത്യത്തിൻ്റെ മുറിവുകളാണ്. ആ സമയത്താണ് പത്രോസ് പറഞ്ഞത്, ക്രിസ്തീയ വിരോധികൾ വന്ന് ആക്രമിക്കുമ്പോൾ, ഇവിടെ വരുമ്പോൾ ആദ്യം നിങ്ങളുടെ അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ തലയെ വെട്ടുന്നത്, ബിഷപ്പിൻ്റെ തലയെ വെട്ടുന്നത്. അതിനുശേഷം പിന്നെ ആൾക്കാർ കമ്മിറ്റിക്കാരിലേക്കാവും. അവിടെ നടന്ന സംഭവം അതായിരുന്നു. പൗരോഹിത്യത്തെ മൊത്തവും കൊന്നൊടുക്കി, മേൽപ്പട്ടത്തെ മൊത്തവും കൊന്നൊടുക്കി. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പത്രോസ് പറഞ്ഞു, നിങ്ങൾ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ഓൾ ബിലീവേഴ്സ്, രാജകീയ പുരോഹിത വർഗമാ. എഴുന്നേക്കാൻ പറഞ്ഞു. പുരോഹിതനില്ല, കൊല്ലാൻ പുരോഹിതനെ ഇല്ലായിരിക്കാം, ബിഷപ്പന്മാരില്ലായിരിക്കാം. ക്രിസ്തീയ സമൂഹമായ ക്രിസ്തു വിശ്വാസിയാണെങ്കിൽ എഴുന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ എരിഞ്ഞമർന്ന അടർന്ന തീപ്പന്തങ്ങളായി മാറിയ ക്രൈസ്തവ സമൂഹത്തിൻ്റെ തലമുറയാണ് ഞാനും നിങ്ങളും എന്ന് ബോധ്യപ്പെട്ടാൽ, ഒരു കംഫർട്ടബിളായി ചാരുകസേരയിരുന്ന് ഉറങ്ങാൻ വന്ന, ഭയങ്കരമായി സന്തോഷിക്കാനും ആനന്ദിക്കാനും വന്ന ഇടമല്ല ദൈവാലയം എന്ന് ബോധ്യപ്പെടണം.
ഈ ഇടവും സ്ഥലവുമൊക്കെ തന്ന് ഇത്രയും സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടാക്കി തന്നത് ഇവിടെ ഇരുന്ന് തമ്മിലടിക്കാനല്ല, മറിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങാനുള്ള ഊർജം സമ്പാദിക്കാനാണ് ഈ സ്ഥലത്ത് വന്നിരിക്കുന്നതെന്നുള്ള ബോധ്യം ഈ കത്തീഡ്രലിന് തിരിച്ചെടുത്താൽ ഈ മഹായിടവകയ്ക്ക് ഭയങ്കരമായ ഒരു ചൈതന്യത്തോടെ മുന്നേറ്റം ഉണ്ടാകും. അതുകൊണ്ട് ഈ മുറിവ് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലുണ്ടാകട്ടെ. 2 മണിക്കൂർ ഞാൻ പള്ളിക്ക് വേണ്ടി സമയം ചെലവഴിച്ചപ്പോൾ അതൊരു മുറിവായിട്ട് തോന്നുന്നുവെങ്കിൽ ആ മുറിവിലായിരിക്കും ആ തലമുറ രൂപപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു തന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു ചോദിക്കും, യാതൊരു സംശയവുമില്ല. അവൻ വളരെ ബോധത്തോടും ബുദ്ധിയോടും കൂടെ പെരുമാറും. അവസാനം എന്താ പറഞ്ഞതെന്നറിയാമോ? ഫോളോ മീ. ആദ്യം ഞാൻ പറഞ്ഞു തന്നെ പറയുന്നത്. ആദ്യം കടൽപ്പുറത്ത് വെച്ച് നിന്നെയൊക്കെ കണ്ടിട്ട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. തീറ്റിക്ക് തീറ്റി തന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിച്ചപ്പം തിന്നു. ഞാൻ പോകുന്നിടത്തെല്ലാം വയറിറച്ച് തിന്നാനും കുടിക്കാനും ഉണ്ടായിരുന്നു. അധ്വാനിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. ഈ കളി നടത്തിയിട്ടും ഇന്നും നിനക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ശുശ്രൂഷ നീ ചെയ്തില്ല എങ്കിൽ വീണ്ടും നിന്നെ അതേ പടി പഴയ സ്ഥലത്ത് കൊണ്ടുവച്ച്, പഴയ പള്ളിയിൽ കൊണ്ടുവച്ച്, നിന്റെ അതേ കടൽപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് നിന്നെ ഒരു പാഠം പഠിപ്പിക്കും. പഠിപ്പിച്ചതിന് ശേഷമാണ് ഫോളോ മീ എന്ന് പറഞ്ഞത്. നമുക്കറിയാമോ, കുറച്ച് വർഷത്തിന് മുമ്പ് ഭയങ്കരമായ ഫ്ലഡ് വന്നു. റാന്നി, പത്തനംതിട്ട ജില്ലയൊക്കെ വിചാരിച്ചെന്തുവോ, ഇവിടെ ഒന്നും വെള്ളം കയറും, ഞങ്ങളെല്ലാം മലയിലും കുന്നിലല്ലേ കിടക്കുന്നത്. റാന്നിയും പത്തനംതിട്ടയിലൊന്നും വെള്ളം കയറത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ കൊല്ലം പോലെയുള്ള തീരദേശം വെള്ളം പൊങ്ങിയില്ല. പക്ഷേ റാന്നിയും പത്തനംതിട്ടയും വെള്ളത്തിൽ മുക്കി. നമ്മൾ വിചാരിക്കും നമുക്ക് എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ട്, ഫോണുണ്ട്, ഇൻ്റർകണക്ഷനുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളെല്ലാം ഇട്ടാറാ എണ്ണിപ്പിച്ചു. നമ്മൾ ബോധ്യപ്പെടേണ്ട നിമിഷമായതെല്ലാം. അതുകൊണ്ട് തന്നെ പഴയ സ്ഥലത്ത് വന്നിട്ട് അതേ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഫോളോ മീ. ആ സമയം അനുഗമിച്ച ശിഷ്യന്മാർ പത്രോസും തോമസും യോഹന്നാനും യൂദ ഒഴിച്ച് 12 പേരും പിന്നെ പോയ പോക്കെന്ന് പറയുന്നത് ഓർഡേൺഡ് മിനിസ്ട്രിയാണെന്നുള്ള ബോധ്യത്തോടെ, മുറിവുകളോടുകൂടെ, മനസ്സിലുണ്ടായ മുള്ളുപോലെ കുത്തിയ ആ മിനിസ്ട്രിയുടെ മുറിവോടുകൂടെ അവരിറങ്ങി ലോകം മൊത്തവും സുവിശേഷത്തിന് വേണ്ടി പോയി. പത്രോസ് തലകീഴായി മരിക്കാൻ പറഞ്ഞു. തോമസ് ഇവിടെ വന്ന് കുന്തം കൊണ്ട് കുത്തേറ്റ് മരിച്ചു. പിന്നെ ഈജിപ്തിലേക്ക് പോയവരുണ്ട്, നീഗ്രോയുടെ അടുത്ത് പോയവരുണ്ട്. ലോകം മൊത്തവും പോയി, അവരെല്ലാം ചത്തൊടുങ്ങി. അവരെ മുറിവുകളോടുകൂടെ പോയി മുറിവുകൾ രൂപപ്പെടുത്തി. അങ്ങനെ ലോകത്ത് സഭയുണ്ടായി. ഇന്ന് നമ്മളൊക്കെ വിചാരിക്കും ഈ കർത്താവിനെ വിറ്റ് തിന്ന് ജീവിക്കാം, എന്തും സാമർഥ്യമായിട്ട് ചെയ്യാം, ആരും കാണുന്നില്ല എന്ന് വിചാരിക്കും. ഇതാരും കണ്ടില്ല. യേശുവും പത്രോസും മാത്രമേ കാണുകയും കേൾക്കുകയും ചെയ്തുള്ളൂ. പക്ഷേ 12 പേരുടെ മുമ്പിൽ വെച്ച് യേശു വീണ്ടും ഇത് ചോദിച്ചു എന്നുള്ള യാഥാർത്ഥ്യം. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞാൻ നിങ്ങളും വളരെ സീരിയസ് ആയിട്ട് ഈ ശുശ്രൂഷയിൽ വളരെ ആത്മാർത്ഥമായിട്ട് മുന്നേറുവാൻ, എൻ്റെ കുടുംബം എൻ്റെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് ബോധ്യപ്പെടുവാൻ, 10 മൈ ഷീപ്പ് ഫീഡ് മൈ ഷീപ്പ്, ഇതേ അവൻ പറഞ്ഞുള്ളൂ. നീ സ്നേഹിക്കുന്ന സ്നേഹം എനിക്ക് ഒന്നും വേണ്ടി തരണ്ട. എൻ്റെ ആടുകളെ മേയ്ക്കുന്ന, പാലിക്കുന്ന, പൗരോഹിത്യ ശുശ്രൂഷയുടെ ലിങ്ക് കണക്ട് ചെയ്യുന്ന, പട്ടത്തെ ശുശ്രൂഷയുടെ ഭാഗമായി മാറുന്ന, ആടുകളെ മേയ്ക്കുന്ന ശുശ്രൂഷയിലേക്ക് ഓരോ കുടുംബവും മുമ്പോട്ട് വരുവാൻ ഈ ആരാധനയിലൂടെ, ശുശ്രൂഷയിലൂടെ സഹായിക്കട്ടെ. എൻ്റെ കുഞ്ഞൊരു പക്ഷേ പട്ടത്തെ ശുശ്രൂഷയിൽ പോയില്ല എങ്കിൽ, പട്ടത്തെ ശുശ്രൂഷയ്ക്ക് പോയ ഒരു കുഞ്ഞിന് പഠനത്തിനു വേണ്ടി ഞാനൊരു 10 രൂപ കൊടുത്തു എങ്കിൽ അത് കണക്കിടുന്നൊരു ദൈവമുണ്ടാകും. ഈ തന്നതെല്ലാം അതിനല്ലാതെ പിന്നെ അവൻ എന്തിനാ എനിക്ക് തന്നത് എന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഈ ശുശ്രൂഷയിലൂടെ സഹായിക്കട്ടെ. ദൈവം സെമിനാരിയെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അറിയിക്കുകയാണ്. ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ഏത് സമയത്തായാലും അവിടെ കയറി ഇറങ്ങി കണ്ടു കേട്ട് പോകണം. അതൊക്കെ ഒരു വലിയ എക്സ്പോഷറായി തീരുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ. താങ്ക് യു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പട്ടക്കാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.